യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ട്രെയിൻ നമ്പർ 6303 എറണാകുളം തിരുവനന്തപുരം വടക്കിനാട് എക്സ്പ്രസ് ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് അല്പസമയത്തിനുള്ളിൽ എത്തിച്ചേരുന്നതാണ്. യാത്രിക कृपया ध्यान गाड़ी नंबर 6303 एर्नाकुलम ट्रिवांड्रम वडक्किनाड एक्सप्रेस थोड़ी ही देर में प्लेटफॉर्म नंबर 8 पर आए. ഹായ് ഫ്രണ്ട്സ്, ഇതുപോലുള്ള ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള അനൗൺസ്മെന്റുകളൊക്കെ നമ്മൾ നിത്യേന കേൾക്കാറുണ്ട്, പ്രത്യേകിച്ച് റെയിൽവേ സ്റ്റേഷനിൽ എത്തുമ്പോൾ. അതുപോലെ തന്നെ നമ്മൾ ബാങ്കിലോ ഹോസ്പിറ്റലിലോ ഒക്കെ ചെല്ലുവാണെങ്കിൽ ടോക്കൺ നമ്പർ 3, കൗണ്ടർ നമ്പർ 2. ഇനി ലിഫ്റ്റിൽ കയറുവാണെങ്കിൽ 4th ഫ്ലോർ, 3rd ഫ്ലോർ, 1st ഫ്ലോർ, താങ്ക് യു. അപ്പൊ ഇതുപോലുള്ള വോയിസിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഹാർഡ്വെയർ ഏതാന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അപ്പൊ അതിന്റെ ഒരു ഹിസ്റ്ററി പരിശോധിക്കുകയാണെങ്കിൽ 1980കളിൽ ഇന്ന് കാണുന്ന രീതിയിലുള്ള സെമി കണ്ടക്ടർ ഐസികളോ അല്ലെങ്കിൽ ഹാർഡ്വെയർ ഒന്നും അത്ര വിപുലമായിട്ടുള്ള കാലഘട്ടമല്ലായിരുന്നു. അപ്പൊ അന്നൊക്കെ മാഗ്നറ്റിക് ടേപ്പ് മീഡിയ, അതായത് നമുക്കറിയാം കാസറ്റ്, അതൊക്കെ ആയിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഒന്നല്ലെങ്കിൽ മാഗ്നറ്റിക് ഡ്രമ്മുകൾ അല്ലെങ്കിൽ പ്രത്യേക സീക്വൻസിൽ ലൂപ്പ് ചെയ്തിട്ടുള്ള ടേപ്പുകൾ, ഇതൊക്കെ ഒരു പർട്ടിക്കുലർ ഇവന്റുമായിട്ട് കണക്ട് ചെയ്തിട്ട് ട്രിഗർ ചെയ്യിപ്പിക്കുമായിരുന്നു. അപ്പൊ അതിന് ഏറ്റവും വലിയൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, നമുക്കിപ്പോൾ ഒരു പർട്ടിക്കുലർ മെസ്സേജ് പ്ലേ ചെയ്യിപ്പിക്കണമെങ്കിൽ ആ മെസ്സേജ് നേരത്തെ നമ്മൾ റെഡിയാക്കി ആ ടേപ്പിന്റെ ആ ഒരു ഹെഡിന്റെ മുന്നിൽ കൊണ്ടുപോയി വെക്കണമായിരുന്നു. അല്ലെങ്കിൽ കൃത്യമായിട്ട് അത് നമ്മൾ സീക്വൻസ് ചെയ്ത് ആ ഒരു പോർഷൻ നമ്മൾ എടുത്ത് വെച്ചതിന് ശേഷം മാത്രമാണ് അത് ട്രിഗർ ചെയ്യിപ്പിക്കാൻ പറ്റുക. അപ്പൊ അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. പിന്നെ കാലാകാലങ്ങളിൽ ഈ വോയിസിന്റെ ക്വാളിറ്റി നഷ്ടപ്പെടും. എന്നിരുന്നാലും 80കളുടെ അവസാനം വരെ ഇത്തരം ടേപ്പുകളാണ് ഈ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള അനൗൺസ്മെന്റ് സിസ്റ്റത്തിലൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഈ ടേപ്പിനെ തന്നെ നമ്മൾ ലൂപ്പ് ചെയ്യുവാണെങ്കിൽ ഒരു മെസ്സേജ് തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നീട് 1990കളിൽ സെമി കണ്ടക്ടർ ടൈപ്പ് മെമ്മറികൾ വന്നപ്പോൾ നമുക്ക് ഏതാനും കിലോബൈറ്റുകൾ റേഞ്ചിൽ നമുക്ക് വോയിസ് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഐസികൾ പുറത്തിറങ്ങി. അത് തന്നെ 2 ടൈപ്പ് ഉണ്ട്. നമുക്ക് 1 ടൈം പ്രോഗ്രാം ചെയ്യാൻ പറ്റുന്ന ഐസിയും അതുപോലെ തന്നെ റീപ്രോഗ്രാം ചെയ്യാൻ പറ്റുന്ന ഐസിയും. അപ്പോൾ 1 ടൈം പ്രോഗ്രാം നമ്മൾ വളരെ കോമൺ ആയിട്ട് കണ്ടിട്ടുണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ ടോയ്സിനകത്തൊക്കെ. എന്തൊക്കെ ചെറുപ്പകാലത്ത് ഇഷ്ടംപോലെ ടോയ്സ് തല്ലി പൊട്ടിച്ച് ഇത്ര ഐസി എടുക്കലായിരുന്നു പ്രധാന ഹോബി. എന്നിട്ട് അതിലേക്ക് നമ്മൾ ബാറ്ററിയും സ്പീക്കറൊക്കെ കണക്ട് ചെയ്ത് ചില ചെയ്യ എന്നൊക്കെയുള്ള പാട്ട് കേൾക്കുമ്പോൾ ഒരു സന്തോഷം അത് മറ്റൊന്നാണ്. പിന്നീട് ഈ പറയുന്ന ഐസികളിൽ ഒത്തിരി പുരോഗമനം ഉണ്ടായി. കുറെ കൂടി ഡ്യൂറേഷൻ, പണ്ടൊക്കെ 10 സെക്കൻഡ് അല്ലെങ്കിൽ 20 സെക്കൻഡ് ഒക്കെ ഇങ്ങനെ പ്രീഡിഫൈൻഡ് ആയിട്ട് മെസ്സേജുകൾ റെക്കോർഡ് ചെയ്യാനും പ്ലേ ബാക്ക് ചെയ്യാനും പറ്റുന്നുള്ളൂ. പിന്നീട് മിനിറ്റുകളും മണിക്കൂറുകളൊക്കെ റെക്കോർഡ് ചെയ്യാവുന്ന APR സീരീസിലുള്ള ഇത്തരം ഐസികൾ ഡെവലപ്പായിട്ട് വന്നു. അപ്പൊ ഈ ഒരു ഐസി ഒരു നല്ലൊരു വോയിസ് റെക്കോർഡിംഗ് പ്ലേബാക്ക് മൊഡ്യൂളാണ്. നമുക്ക് ഇഷ്ടമുള്ള വോയിസ് ഇഷ്ടമുള്ള സമയത്ത് ഏത് ഇൻപുട്ടുമായിട്ടും കണക്ട് ചെയ്തിട്ട് നമുക്ക് ട്രിഗർ ചെയ്യിപ്പിക്കാൻ പറ്റും. അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള വാർണിംഗ് സിസ്റ്റംസ്, അതുപോലെ തന്നെ ബ്രോഡ്കാസ്റ്റിംഗ് സിസ്റ്റംസ്, പിന്നെ നമുക്ക് ഒരു പ്രത്യേക സമയത്ത് മണി അടിപ്പിക്കാം, ബെല്ലടിപ്പിക്കുന്ന സിസ്റ്റംസ്, അല്ലെങ്കിൽ ഒരു വോയിസ് മെസ്സേജ് ഒരു പർട്ടിക്കുലർ ടൈമിൽ പ്ലേ ചെയ്യിക്കാനൊക്കെ ഇത്തരം ഐസികൾ നല്ലതാണ്. അപ്പൊ ഇത്രയധികം ഉപയോഗങ്ങൾ ഈ ഐസിക്ക് ഉണ്ടെങ്കിൽ കൂടി ഇതിൻ്റെയൊക്കെ ഒരു പോരായ്മ എന്ന് പറഞ്ഞാൽ, നമുക്ക് ഇതിനെ പ്രോഗ്രാം ചെയ്യണം പ്രത്യേക പ്രോഗ്രാമർ ബോർഡുകൾ വേണം. അല്ലെങ്കിൽ ഇപ്പോൾ 1 ടൈം പ്രോഗ്രാമർ ചിപ്പ് ആണെങ്കിൽ അതിന് പ്രത്യേക ഹാർഡ്വെയർ നമുക്ക് സെറ്റപ്പ് ആക്കണം. പിന്നെ ഈ ഐസി മാത്രമായിട്ട് വർക്ക് ചെയ്യത്തില്ല, ഐസിയുടെ കൂടെ വളരെയധികം ഫിൽട്ടർ കപ്പാസിറ്ററുകൾ, അങ്ങനെ ഒത്തിരി ഹാർഡ്വെയറും PCB ഒക്കെ ചെയ്തു വരുമ്പോഴേക്കും നമുക്ക് വലിയൊരു സ്ട്രക്ചർ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ കോസ്റ്റും വളരെയധികം കൂടുതലാണ്. അപ്പം ഈ ഒരു പോരായ്മകളെ ഓവർകം ചെയ്യാനാണ് പിന്നീട് MP3 മൊഡ്യൂളുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. നമുക്ക് എല്ലാവർക്കും അറിയാം MP3 എന്ന് പറയുന്നത് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഫയൽ ഫോർമാറ്റ് ആണ്. നമ്മുടെ ഓഡിയോ ക്വാളിറ്റി നഷ്ടപ്പെടാതെ തന്നെ ഫയലിനെ കംപ്രസ് ചെയ്യാനുള്ള ഒരു ടെക്നിക്കാണ് MP3. അതായത് മനുഷ്യന്റെ ചെവിക്ക് കേൾക്കാവുന്ന ആ ഫ്രീക്വൻസിയിലുള്ള തരംഗങ്ങൾ മാത്രം എടുത്തിട്ട് ബാക്കിയുള്ള റിപ്പീറ്റ് ആയിട്ട് വരുന്ന തരംഗങ്ങളെ, അതുപോലെ തന്നെ ഹൈ ഫ്രീക്വൻസി കമ്പോണന്റൊക്കെ കട്ട് ചെയ്തിട്ടാണ് MP3 പുറത്തിറങ്ങുക. അപ്പം ഒരു 10-200 MB ഉള്ള ഒരു ഫയലിനെ നമുക്ക് ഒരു MP3 ഫോർമാറ്റിലേക്ക് മാറ്റുവാണെങ്കിൽ 6-7 MB കാണത്തുള്ളൂ. അപ്പൊ അതിന് രസകരമായിട്ടുള്ള ഒരു കഥയുണ്ട്. അത് ഞാൻ നമ്മുടെ യൂട്യൂബ് ഷോർട്ടിൽ ഇട്ടിട്ടുണ്ട്. എങ്ങനെയാണ് MP3 ഇന്നത്തെ രീതിയിലേക്ക് ഡെവലപ്പായി വന്നതെന്നുള്ള ഒരു സ്റ്റോറിയാണത്. ശരിക്കും കാൾ ഹൈൻസ് എന്ന് പറയുന്ന ഒരു ജർമ്മൻ സയന്റിസ്റ്റ് ആണ് MP3 ലോകത്ത് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പൊ അദ്ദേഹത്തിന്റെ മനസ്സിൽ MP3 ജനിക്കാൻ പെട്ടെന്ന് ഒരു സ്പാർക്ക് ആയിട്ടുള്ള ഒരു പാട്ടുണ്ട്. അപ്പൊ ആ പാട്ടിനെ പറ്റി എല്ലാം ഷോർട്ടിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ സമയം കിട്ടുമ്പോൾ ഒന്ന് കണ്ടു നോക്കുക. അപ്പൊ 1990കളിലൊക്കെ ഒരു CD-ക്കകത്ത് 30 മിനിറ്റിലുള്ള ഒരു ഓഡിയോ മാത്രമേ മാക്സിമം അതിനകത്ത് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നുള്ളായിരുന്നു. പിന്നീട് MP3 വന്നപ്പോൾ 600-700 പാട്ടുകൾ, മണിക്കൂറുകൾ ദൈർഘ്യമുള്ള പാട്ടുകൾ നമുക്ക് MP3 മാറ്റി CD-യിലേക്കോ അല്ലെങ്കിൽ നമുക്ക് ഇപ്പം സ്ട്രീമിംഗ് മീഡിയയിലേക്കോ എവിടെ വേണമെങ്കിലും നമുക്ക് അയക്കാൻ പറ്റുന്ന ഒരു രീതിയിലേക്കായി. അപ്പൊ ഈ ഒരു MP3 ഫയൽ ഫോർമാറ്റിനെ ബേസ് ചെയ്ത് പ്രവർത്തിക്കുന്ന വളരെ ചെലവ് കുറഞ്ഞതും അതുപോലെ തന്നെ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു മീഡിയ പ്ലെയർ മൊഡ്യൂൾ ഇന്ന് നമുക്ക് ലഭ്യമാണ്. അപ്പൊ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഏത് വോയിസ് മെസ്സേജും ഏത് മ്യൂസിക്കും ഏത് റിംഗ് ടോൺ എന്തും ആയിക്കോട്ടെ, അത് MP3 ഫയൽ ഫോർമാറ്റിലുള്ളതാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് തന്നെ ഒരു ആക്ഷനുമായിട്ട് കണക്ട് ചെയ്ത് അതിനെ ട്രിഗർ ചെയ്യിപ്പിക്കാനും കൃത്യസമയത്ത് തന്നെ ഡിലേ കൂടാതെ പ്ലേ ചെയ്യിപ്പിക്കാനും സാധ്യമാണ്.
അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് എങ്ങനെ നമുക്കൊരു മൾട്ടി പർപ്പസ് അനൗൺസ്മെന്റ് സിസ്റ്റം ഈ ഒരു മൊഡ്യൂൾ ഉപയോഗിച്ച് നിർമ്മിക്കാം അതിനെക്കുറിച്ചാണ്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വോയിസ് ഇഷ്ടമുള്ള സമയത്ത് പ്ലേ ചെയ്യിപ്പിക്കാം, നിങ്ങൾക്ക് ഒരു വാർണിംഗ് സിസ്റ്റമായിട്ട് ഉപയോഗിക്കാം, സെൻസറുകൾ കണക്ട് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ട് ഒരു അലർട്ട് കൊടുക്കുന്ന സിസ്റ്റം ഉപയോഗിക്കാം. അപ്പോൾ ഈ ഒരു സിസ്റ്റം നിങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നത് വഴി ഓട്ടോമാറ്റിക്കായിട്ട് എങ്ങനെ നമുക്ക് അനൗൺസ്മെന്റ് കൊടുക്കുക എന്നുള്ളതിനെ പറ്റി നല്ലൊരു ധാരണ കിട്ടും. അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള മെസ്സേജുകൾ കൃത്യസമയത്ത് തന്നെ പ്ലേ ചെയ്യിപ്പിക്കാനുള്ള ഒരു ഉപാധിയായിട്ടും ഇത് ഉപയോഗിക്കാം. പിന്നെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഇത് പ്രത്യേകിച്ച് ഹെവി ആയിട്ടുള്ള പ്രോഗ്രാമിങ്ങോ കൺസെപ്റ്റുകളോ കാര്യങ്ങളൊന്നുമില്ല, ഏതൊരു സാധാരണക്കാരനും ചെയ്തു നോക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു മൊഡ്യൂൾ ഉപയോഗിച്ച് ഓട്ടോമാറ്റിക് ആയിട്ടുള്ള അലാറം ക്ലോക്കുകൾ, നമ്മുടെ വോയിസിൽ തന്നെ അലാറം അടിക്കുന്ന ക്ലോക്കുകൾ, പിന്നെ കോളിംഗ് ബെല്ല്. ഇപ്പം നമുക്കറിയാം ട്രഡീഷണൽ ആയിട്ടുള്ള കോളിംഗ് ബെല്ല് ഒന്നുമില്ല ടിങ് ടോങ് അല്ലെങ്കിൽ ഏതെങ്കിലും പ്രീഡിഫൈൻഡ് ആയിട്ടുള്ള സോങ് ആയിരിക്കും. അത് മാറ്റി നമുക്ക് ഇഷ്ടമുള്ള റിംഗ് ടോണോ അല്ലെങ്കിൽ ഇഷ്ടമുള്ള രീതിയിലുള്ള മെലഡിയോ വെച്ചിട്ടുള്ള കോളിംഗ് ബെല്ലുകൾ നിർമ്മിക്കാം. അപ്പോൾ അതിനെപ്പറ്റി മെയിനായിട്ട് നമ്മുടെ വീഡിയോയിൽ പറയുന്നുണ്ട്. അതുപോലെ ഒരു സെൻസർ കണക്ട് ചെയ്തിട്ട് ഒരു അലേർട്ട്, വോയിസ് അലേർട്ട് കൊടുക്കുന്ന രീതിയിലുള്ള സിസ്റ്റം എങ്ങനെ ഡെവലപ്പ് ചെയ്യാമെന്നൊക്കെ നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം വീഡിയോകൾ ഇഷ്ടമാണെങ്കിൽ മടിച്ചു നിൽക്കേണ്ട, ഇപ്പം തന്നെ ഞങ്ങൾ ലൈക്ക് ബട്ടൺ അമർത്തിക്കോളൂ. തീർച്ചയായിട്ടും നിങ്ങൾ നൽകുന്ന ഓരോ ലൈക്കും എനിക്കുള്ള പ്രചോദനമായിരിക്കും. അപ്പോൾ നിങ്ങൾ ഒട്ടും ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ പ്രാക്ടിക്കൽ സെക്ഷനിലേക്ക് പോവാം. ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഈ ഒരു മൾട്ടി പർപ്പസ് അനൗൺസ്മെൻറ്റ് സിസ്റ്റം നിർമ്മിക്കാൻ ഏറ്റവും അത്യാവശ്യം വേണ്ടത് നല്ലൊരു ഹൈ ക്വാളിറ്റി SMPS ആണ്. നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് 5 വോൾട്ട് 2 ആംപിയറിൻ്റെ ഒരു SMPS ബോർഡാണ്. പിന്നെ നമുക്ക് വേണ്ടത് 150 മൈക്രോ ഫാരഡ് 500 വോൾട്ടിൻ്റെ ഒരു ഇലക്ട്രോലിറ്റി കപ്പാസിറ്ററാണ്. ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് ഞാൻ വഴിയെ പറഞ്ഞു തരാം. ഇനി ഇത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് 500 വോൾട്ടിൻ്റെ ഇല്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നമ്മുടെ SMPSനകത്തൊക്കെ ഇതുപോലത്തെ 200 വോൾട്ടിൻ്റെ കപ്പാസിറ്ററും കാണും. അപ്പോൾ അത് രണ്ടെണ്ണം സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുവാണെങ്കിൽ 400 വോൾട്ടിൻ്റെ ഒരു എഫക്റ്റ് കിട്ടും. അപ്പോൾ ഇത് 330 മൈക്രോ ഫാരഡാണ്. അപ്പോൾ അതിൻ്റെ നേരെ പകുതിയായിരിക്കും നമുക്ക് കപ്പാസിറ്റൻസ് കിട്ടുക. ഇനി നമുക്ക് അതും ഇല്ല എന്നുണ്ടെങ്കിൽ ഒട്ടും വിഷമിക്കേണ്ട, നമുക്ക് വിപണിയിൽ വളരെ കോമൺ ആയിട്ട് കിട്ടുന്നതാണ് 22 മൈക്രോ ഫാരഡ് 450 വോൾട്ടിൻ്റെ കപ്പാസിറ്റർ. ഇതൊരു 3-4 പാരലായിട്ട് കൊടുത്താലും മതി. പിന്നെ നമുക്ക് വേണ്ട നല്ലൊരു ബ്രിഡ്ജ് റെക്ടിഫയർ ആണ്. ഞാനിവിടെ 4 ആംപിയറിൻ്റെ ബ്രിഡ്ജ് റെക്ടിഫയർ മൊഡ്യൂളാണ് യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ നമുക്ക് അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ 15408 അതും നമുക്ക് ഉപയോഗിക്കാം. ഇതും നമുക്ക് 3 ആംപിയർ വരെ മാക്സിമം ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും. പിന്നെ ഇതിന് പുറമെ നമുക്ക് വേണ്ട ഒരു കമ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ NTC ആണ്. കാരണം ഇത്രയും നമ്മൾ റെക്ടിഫൈ ചെയ്ത് ഫിൽട്ടർ ചെയ്ത് വരുമ്പോഴേക്കും ഹൈ കറണ്ട്, ഇൻറഷ് കറണ്ട് വരും. അത് നമ്മുടെ ഡയോഡിനെ ഡാമേജ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതുപോലൊരു NTCയും കൂടെ നമ്മൾ പവർ സപ്ലൈ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇത് വളരെ കോമൺ ആയിട്ട് നമ്മുടെ SMPSനകത്തൊക്കെ ഉണ്ട്, നമുക്ക് അഴിച്ചെടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ കപ്പാസിറ്റർ വരുവാണെങ്കിൽ 0.1 മൈക്രോ ഫാരഡ് 50 വോൾട്ടിൻ്റെ MLC കപ്പാസിറ്റർ ഒന്ന്, പിന്നെ ഇൻഡിക്കേഷന് വേണ്ടി 2 LED നമുക്ക് ഉപയോഗിക്കാം. പിന്നെ റെസിസ്റ്റർ 330 ഓമിൻ്റെ ഉണ്ട്, അതുപോലെ തന്നെ 10Kയുടെ 4 റെസിസ്റ്റർ. ഇത്രയൊക്കെയാണ് അത്യാവശ്യം വേണ്ട കമ്പോണൻറ്റ്. പിന്നെ പുഷ് ബട്ടൺ നമുക്ക് ആ പ്രോഗ്രാം ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാം, ഇത് നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ ഒരു നല്ലൊരു ക്വാളിറ്റിയുള്ള ഒരു കോമൺ PCB നമുക്ക് വേണം. പിന്നെ നമുക്ക് സ്പീക്കർ എടുക്കുവാണെങ്കിൽ 8 ഓംസ് അല്ലെങ്കിൽ 4 ഓംസിൻ്റെ ഒക്കെ 3 വാട്ടിൻ്റെ സ്പീക്കർ യൂസ് ചെയ്യാം. ഇനി അല്ലാന്നുണ്ടെങ്കിൽ ഇതേ രീതിയിലുള്ള 3 വാട്ടിൻ്റെ സ്പീക്കർ മൊഡ്യൂളുകൾ നമുക്ക് ലഭ്യമാണ്. അത് 4 ഓംസ് ആയാലും 8 ഓംസ് ആയാലും കുഴപ്പമില്ല. പിന്നെ നമുക്ക് MP3 മൊഡ്യൂൾ, ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന MP3 മൊഡ്യൂൾ. അതിൻ്റെ പേര് SV17F എന്ന് പറയുന്നത്. ഇതിനകത്ത് 4 MB ഇൻറ്റേർണൽ ആയിട്ട് തന്നെ ഫ്ലാഷ് മെമ്മറി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മെമ്മറി കാർഡിൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പോൾ ഇത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് കണക്ഷൻ കൊടുക്കേണ്ട ഡയഗ്രാം, സ്പീക്കറിലേക്കൊക്കെ പോകുന്ന കണക്ഷനും പവർ സപ്ലൈ എല്ലാം നമുക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു മൊഡ്യൂളിൻ്റെ ലിങ്ക്, പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പോൾ നിങ്ങളത് നോക്കിയാൽ മതി. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത നോക്കുവാണെങ്കിൽ ഇതിനകത്ത് തന്നെ ക്ലാസ് D ആംപ്ലിഫയർ, 4 MB ഫ്ലാഷ്, MP3 ഡീകോഡർ, ഇതെല്ലാം കൂടെ അടങ്ങിയിട്ടുള്ള ഒരു സർക്യൂട്ട് ബോർഡാണ് നമുക്ക് കാണാൻ സാധിക്കുക.
ഇനി നമുക്ക് എക്സ്റ്റേണലായിട്ട് മെമ്മറി കാർഡ് ഇട്ട് പ്ലേ ചെയ്യിക്കാൻ പറ്റുന്ന MP3 മൊഡ്യൂളുകളും അവൈലബിൾ ആണ്. ഇതിനാണ് DF പ്ലെയർ മിനി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ആംപ്ലിഫയറും MP3 ഡീകോഡറും മാത്രമേ കാണാൻ സാധിക്കത്തുള്ളൂ. ഇന്റേണൽ മെമ്മറി ഇല്ല. നമ്മൾ അതുകൊണ്ട് തന്നെ SD കാർഡ് ഇതിനകത്ത് ഇട്ടിട്ട് വേണം പ്ലേ ചെയ്യിക്കാൻ. അപ്പോൾ ഇതിനകത്ത് 32 GB വരെയുള്ള SD കാർഡ് സപ്പോർട്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ വളരെയധികം അനൗൺസ്മെൻറ്റുകളും സോങ്ങൊക്കെ വേണമെങ്കിൽ നമുക്ക് മെമ്മറി കാർഡ് ഇടാവുന്ന മോഡൽ ചൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂൾ ചൂസ് ചെയ്താൽ മതി. ഞാൻ ഏതായാലും ചൂസ് ചെയ്യുന്നത് ഇൻബിൽട്ടായിട്ട് മെമ്മറിയുള്ള ഈ ഒരു മൊഡ്യൂളാണ്. ഇതൊന്നും കൂടാതെ തന്നെ MP3 പ്ലെയറിൻ്റെ അതേ ഫോർമാറ്റിൽ ഉള്ള രീതിയിലുള്ള PCB ബോർഡുകളും അവൈലബിൾ ആണ്. ഇതിനകത്ത് പ്ലേ, നെക്സ്റ്റ്, റിവേഴ്സ്, ബാറ്ററി ചാർജ് ചെയ്യാനുള്ള സംവിധാനം, സ്പീക്കർ കൊടുക്കാനുള്ളത്, ഇതെല്ലാം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു മിനി പോർട്ടബിൾ മീഡിയ പ്ലെയർ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതിനെ കൺവേർട്ട് ചെയ്തെടുക്കാവുന്നുള്ളൂ. പണ്ടത്തെ ചെറിയ ഐപോഡ് പോലെയൊക്കെയുള്ള സംഗതികളിലൊക്കെ ഇതുപോലത്തെ ബോർഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ബോർഡിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്താണെന്നൊക്കെയുള്ളത് വിശദമായിട്ടൊന്ന് പഠിക്കാം. ഡാറ്റ ഷീറ്റ് വെച്ച് തന്നെ നോക്കാം. അപ്പം മെമ്മറി കാർഡ് ഇടാവുന്ന മൊഡ്യൂളാണെങ്കിലും അല്ലാത്തയാണെങ്കിലും എല്ലാത്തിനും കോമൺ ആയിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. അതിൽ ഏറ്റവും ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ഫീച്ചർ എന്ന് പറഞ്ഞാൽ 24 ബിറ്റ് DAC ആണ്. അതുകൊണ്ട് തന്നെ നല്ല ഹൈ ക്വാളിറ്റി ഓഡിയോ ആയിരിക്കും ഇതിൽ ലഭ്യമാകുക. പിന്നെ ഇക്വലൈസർ ഉണ്ട്, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് മോഡുകൾ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ അതെല്ലാം ഉള്ള നല്ലൊരു MP3 മൊഡ്യൂൾ തന്നെയാണിത്. ഇനി ഇതിൻ്റെ ആപ്ലിക്കേഷൻ നോക്കുവാണെങ്കിൽ നമുക്ക് റെയിൽവേ സ്റ്റേഷന്, ബസ് സേഫ്റ്റി സിസ്റ്റംസ്, അതുപോലെ തന്നെ ഓട്ടോമോട്ടീവ് ആപ്ലിക്കേഷൻസ്, ഇൻഡസ്ട്രിയൽ, കൊമേഴ്ഷ്യൽ എന്ന് വേണ്ട എല്ലാ ആപ്ലിക്കേഷൻസിലും നമുക്ക് വോയിസ് പ്രോംപ്റ്റ് വേണ്ട സ്ഥലങ്ങളിലെല്ലാം ഇത് ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ Paytm മെഷീനകത്തൊക്കെ ഓട്ടോമാറ്റിക് പേയ്മെൻറ്റ് നടന്നെന്ന് പറയുന്ന വോയിസ് ഈ ഒരു മൊഡ്യൂൾ വെച്ചാണ് ചെയ്യുന്നത്. ഈ ഒരു MP3 മൊഡ്യൂളിന് 18 പിന്നുകളാണുള്ളത്. 18 പിന്നിൽ ഏറ്റവും കൂടുതലുള്ളത് IO പിന്നുകളാണ്. അപ്പോൾ അതിൽ കൊടുക്കുന്ന സിഗ്നൽ അനുസരിച്ചിട്ടാണ് ഏത് സോങ് പ്ലേ ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്. പിന്നെ സ്പീക്കർ കൊടുക്കാനുള്ള സ്പെഷ്യലായിട്ടുള്ള പിന്നുകളുണ്ട്. DAC ഔട്ട്പുട്ട് ഉണ്ട്. അത് വേണമെങ്കിൽ നമുക്ക് നേരിട്ട് ആംപ്ലിഫയറെ കൊടുക്കാം, അല്ലെങ്കിൽ ഇൻബിൽട്ട് ആയിട്ടുള്ള ആംപ്ലിഫയറിൽ നിന്ന് വരുന്ന സിഗ്നൽ സ്പീക്കർ വഴിയും എടുക്കാൻ സാധിക്കും. ഇനി ഇവിടെ നോക്കുവാണെങ്കിൽ CON1, CON2 എന്ന് പറയുന്ന പിന്നുകൾ കാണാൻ സാധിക്കും. ഇതിനെയാണ് മോഡ് കോൺഫിഗറേഷൻ പിന്നെന്ന് പറയുന്നത്. അതായത് അവിടെ കൊടുക്കുന്ന ബൈനറി സീക്വൻസിനനുസരിച്ചിട്ടാണ് ഇത് ഏത് മോഡിൽ അല്ലെങ്കിൽ ഏത് മെത്തേഡിൽ വർക്ക് ആവണമെന്ന് തീരുമാനിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണം പറയുവാണെങ്കിൽ നമുക്കിവിടെ 3 ബിറ്റുകളുണ്ട്, CON1, CON2, CON3. അപ്പോൾ ഇതിൽ നമുക്ക് 2�3 8 കോമ്പിനേഷൻ വരെ കൊടുക്കാം. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഓരോ മോഡും ഇത് വർക്കാവും. ഏറ്റവും നല്ല എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എല്ലാം 00 ആവുകയാണെങ്കിൽ കീ കോമ്പിനേഷൻ പ്ലേ ചെയ്യും. അതായത് നമ്മൾ ഫസ്റ്റ് പിന്ന്, അതായത് ഇവിടെ ഞാൻ കാണിച്ചു തരാം. ഇതിനകത്ത് നോക്കുവാണെങ്കിൽ IO0, IO1 എന്ന് പറഞ്ഞ കുറേ പിന്നുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, കണ്ടോ. അപ്പോൾ ഇതിൽ ഫസ്റ്റ് പിന്ന് ട്രിഗർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫസ്റ്റ് സോങ് ആയിരിക്കും പ്ലേ ചെയ്യുന്നത്. സെക്കൻഡ് പിൻ ട്രിഗർ ചെയ്യുവാണെങ്കിൽ സെക്കൻഡ് സോങ് പ്ലേ ആവും. ഇനി ഫസ്റ്റ് സെക്കൻഡും കൂടെ ട്രിഗർ ചെയ്യുകയാണെങ്കിൽ തേർഡ് സോങ് പ്ലേ ആവും. അപ്പോൾ ബൈനറി കോമ്പിനേഷൻ അനുസരിച്ച് പാട്ടുകൾ പ്ലേ ചെയ്യിക്കാനുള്ള മോഡാണ്. അപ്പോൾ ഈ ഒരു മോഡാണ് നമ്മൾ വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രോജക്റ്റിലും ആ മോഡ് തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ മോഡുകളെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ഡാറ്റ ഷീറ്റ് ഡിസ്ക്രിപ്ഷൻ ഇട്ടിട്ടുണ്ടെന്ന് ചെക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ നമ്മളിവിടെ ഒരു മൈക്രോ കൺട്രോളർ യൂസ് ചെയ്യുന്നുണ്ട്, Atmega 328P. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു Arduino Nano ബോർഡാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആ MP3 മൊഡ്യൂളിനെ കൺട്രോൾ ചെയ്യുന്നത്. നമ്മുടെ ഈ MP3 മൊഡ്യൂൾ ബ്രെഡ് ബോർഡിലേക്ക് ഇറക്കി വെക്കണമെന്നുണ്ടെങ്കിൽ പ്രത്യേകം മെയിൽ ഹെഡറുകൾ നമ്മൾ കണക്ട് ചെയ്യണം. അപ്പോൾ അത് സോൾഡർ ചെയ്യാനുള്ള പരിപാടികൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ നമ്മുടെ MP3 മൊഡ്യൂളിന് ഹെഡർ എല്ലാം കണക്ട് ചെയ്ത് സെറ്റാക്കി. ഇനി നമുക്ക് വളരെ ഈസി ആയിട്ട് ബ്രെഡ് ബോർഡിൽ ഇറക്കി വെച്ച കണക്ഷൻസ് കൊടുക്കാം. പിന്നുകൾ ഷോർട്ട് ആവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമ്മുടെ പണ്ടത്തെ SMPS ബോർഡിൽ നിന്ന് നമുക്ക് കപ്പാസിറ്ററും റെക്ടിഫയർ മൊഡ്യൂളൊക്കെ റിമൂവ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ പണ്ടത്തെ നല്ലൊരു ഹൈ ക്വാളിറ്റി SMPS ആണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതിലെ കപ്പാസിറ്ററും റെക്ടിഫയർ മൊഡ്യൂളൊക്കെ നമുക്ക് ഡീസോൾഡർ ചെയ്തെടുക്കാം. പവർ ഓഫ് ചെയ്ത് ഡിസ്ചാർജ് ചെയ്തതിന് ശേഷം മാത്രമേ ഈ വർക്കുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യാവുള്ളൂ. അങ്ങനെ നമ്മുടെ SMPSൽ നിന്നും ഈ ഒരു കപ്പാസിറ്റർ നമ്മളിങ്ങനെ റിമൂവ് ചെയ്തെടുത്തു. ഈ കപ്പാസിറ്റർ നമ്മുടെ പ്രോജക്റ്റിന് വളരെ അനിവാര്യമായ ഘടകമാണ്. അതുപോലെ തന്നെ ബ്രിഡ്ജ് റെക്ടിഫയർ 4 ആംപിയറിൻ്റെ ഒരു ബ്രിഡ്ജ് റെക്ടിഫയർ മൊഡ്യൂളും നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അതും ഡീസോൾഡർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ പഴയ SMPS ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെയുള്ള കമ്പോണൻറ്റുകളൊക്കെ ഇഷ്ടംപോലെ കിട്ടും. അപ്പോൾ അതൊന്നും ഡംപ് ചെയ്ത് കളയാതിരിക്കുക. ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക.
അപ്പോൾ ഈ ഒരു കപ്പാസിറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം കുറേ നേരത്തേക്ക് ചാർജ് സ്റ്റോർ ചെയ്ത് നമ്മുടെ സർക്യൂട്ട് വർക്ക് ചെയ്യിപ്പിക്കാനൊക്കെ സാധിക്കും. പിന്നെ ഇത്തരം വലിയ കപ്പാസിറ്ററുകൾ ഉപയോഗിക്കുമ്പോൾ തീർച്ചയായിട്ടും NGC മൊഡ്യൂളും കൂടി സീരിയസ് ആയിട്ട് കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് ഈ കപ്പാസിറ്റർ ഇനിഷ്യലി ഷോർട്ടായിരിക്കും. അത് നമ്മുടെ റെക്ടിഫയർ മൊഡ്യൂളിനെ ഡാമേജ് ആക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനാണ് നമ്മളവിടെ NGC യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റേജിൻ്റെ സർക്യൂട്ട് ഡയഗ്രം. അപ്പോൾ ഫസ്റ്റ് NGC, റെക്ടിഫയർ മൊഡ്യൂള്, കപ്പാസിറ്റർ, പിന്നെ ഏറ്റവും അവസാനമാണ് നമ്മൾ SMPS കണക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് ഒരു പവർ സപ്ലൈ വന്ന് ഓഫ് ചെയ്താലും കുറച്ച് സമയത്തേക്ക് ഈ SMPS വർക്ക് ചെയ്യും. അതുവഴി നമ്മുടെ കോളിംഗ് ബെല്ലിൻ്റെ സർക്യൂട്ട് അല്ലെങ്കിൽ അനൗൺസ്മെൻറ്റിൻ്റെ സർക്യൂട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇതാണ് സെക്കൻഡ് സ്റ്റേജ്. ഇവിടെ നമ്മളൊരു Arduino Nano യൂസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഔട്ട്പുട്ടാണ് നമ്മുടെ MP3 മൊഡ്യൂളുമായിട്ട് ഇൻ്റർകണക്ട് ചെയ്തേക്കുന്നത്. എന്നിട്ട് സ്പീക്കറിലേക്കും പോയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഫസ്റ്റ് സ്റ്റേജ് ആദ്യം അസംബിൾ ചെയ്യാം. എന്നിട്ട് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് സെക്കൻഡ് സ്റ്റേജിലേക്ക് കണക്ഷൻസ് കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജിൽ വരുന്നത് NGC, ബ്രിഡ്ജ് റെക്ടിഫയർ, പിന്നെ കപ്പാസിറ്റർ, SMPS. അപ്പോൾ ഇതിൻ്റെ വർക്ക് ആദ്യം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോൾഡർ ചെയ്ത് തന്നെ തുടങ്ങാം. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ് നമ്മൾ വളരെ സക്സസ്ഫുള്ളായിട്ട് ബിൽഡ് ചെയ്തെടുത്തു. പിന്നെ നമുക്ക് അടുത്തായിട്ട് ഇതൊന്ന് ടെസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമുക്കിതിൻ്റെ ഇൻപുട്ടിൽ AC കൊടുത്തിട്ട് ഔട്ട്പുട്ട് ഒന്ന് മെഷർ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ സർക്യൂട്ട് ഡയഗ്രം അതേപോലെ തന്നെ വെച്ച് നിങ്ങളെ കാണിച്ചു തരുവാണ്. അപ്പോൾ കപ്പാസിറ്ററിൻ്റെ ഔട്ട്പുട്ട് ഞാൻ മൾട്ടിമീറ്ററുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ വളരെയധികം സൂക്ഷിക്കുക. കാരണം എക്സ്ട്രീമിലി ഹൈ വോൾട്ടേജാണ് നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് ലഭ്യമാകുക. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ജസ്റ്റ് സ്വിച്ച് ഓൺ ചെയ്ത് കഴിയുമ്പോഴേക്ക് നമുക്ക് കിട്ടുന്ന വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 308 അല്ലെങ്കിൽ 310 വോൾട്ടേജ് അടുത്തുള്ള റേഞ്ചാണ്. അതായത് നമ്മുടെ സപ്ലൈ വോൾട്ടേജിൻ്റെ 1.2 ടൈംസ് കൂടുതലായിരിക്കും ഔട്ട്പുട്ടിൽ കിട്ടുന്നത്. VRMS/√2 എന്നുള്ള ഇക്വേഷനാണ് പീക്ക് വോൾട്ടേജിൻ്റെ ആ ഒരു മാത്തമാറ്റിക്കലായിട്ടുള്ള ഫോർമുല എന്ന് പറയുന്നത്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് 300 വോൾട്ടിന് മേളിലായിരിക്കും എപ്പോഴും ഔട്ട്പുട്ട്. അപ്പോൾ അത് യാതൊരു കാരണവശാലും ഇത് ഷോർട്ട് ആവാനോ അവിടെ ടച്ച് വരാനോ പാടുള്ളതല്ല. ഇത് ഓഫ് ചെയ്താലും പതുക്കെ ആയിരിക്കും ഡിസ്ചാർജ് ആവുന്നത്. അത് കാരണം ഓഫ് ചെയ്താൽ ഉടനെ കയറി പിടിച്ചേക്കരുത്. സേഫായിട്ട് ഇതുപോലുള്ള ഒരു 100 വാട്ടിൻ്റെ ബൾബ് ഉപയോഗിച്ച് ഡിസ്ചാർജ് ചെയ്ത് വോൾട്ടേജ് 0 ആയെന്ന് കണ്ടതിന് ശേഷം മാത്രമേ നമ്മൾ ഫിസിക്കലായിട്ടുള്ള ഓൾട്ടറേഷൻസ് അവിടെ ചെയ്യാവുള്ളൂ. ഇനി മറ്റൊരു ഉദാഹരണം കൂടെ കാണിച്ചു തരാം. ഞാനിപ്പോൾ ഒരു LED ബൾബ് 0.5 വാട്ടിൻ്റെ LED ബൾബിലേക്കാണ് കൊടുത്തേക്കുന്നത്. ഇനി ജസ്റ്റ് ഇതൊന്ന് സ്വിച്ച് ഓൺ ചെയ്ത് ഓഫ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ എഫക്റ്റ് കാണാൻ സാധിക്കും. ഞാൻ ജസ്റ്റ് ഓൺ ചെയ്യുവാണ്, കണ്ടോ? അപ്പോൾ ആ 0 ബൾബ് കത്തി. ഇനി നമ്മളിത് ഓഫ് ചെയ്തെന്ന് പറഞ്ഞാലും കുറച്ച് സമയത്തേക്ക് അതിലെ ആ ഒരു വോൾട്ടേജ് അവിടെ കാണും. കപ്പാസിറ്റർ ചാർജ് ഉള്ളിടത്തോളം സമയം ആ ഒരു ഔട്ട്പുട്ടിൽ ലോഡിലേക്ക് അത് കറണ്ട് ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ഒരു എഫക്റ്റിനെ നമുക്ക് പ്രയോജനപ്പെടുത്താം നമ്മുടെ അനൗൺസ്മെൻറ്റ് സിസ്റ്റത്തിൽ. ജസ്റ്റ് ഒന്ന് ബെല്ല് ബട്ടൺ കൊടുക്കുവാണെങ്കിൽ ആ ബെല്ലടിക്കുന്ന സമയത്ത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതിനുവേണ്ടിയാണ് ഈ ഒരു സെറ്റപ്പ് നമ്മൾ ബിൽഡ് ചെയ്തെടുത്തത്. കണ്ടോ, ഇത്ര സമയമായിട്ടും അത് ഫെയ്ഡ് ആയിട്ടില്ല. അപ്പോൾ ഏകദേശം ഞാനിതിങ്ങനെ ടൈമിങ് നോക്കിയായിരുന്നു. അപ്പം നമ്മുടെ ഈ ഒരു 0.5 വാട്ടിൻ്റെ ബൾബ് ഏകദേശം ഒരു 10 മിനിറ്റിന് മേളിൽ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ കത്തി നിൽപ്പുണ്ട്. ഏകദേശം 10 മിനിറ്റിന് ശേഷമാണ് ഒരല്പമെങ്കിലും ഫെയ്ഡായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ലോഡ് കുറയുന്നതനുസരിച്ച് കൂടുതൽ സമയം നമുക്കിത് നിൽക്കും. ഇനി നമുക്ക് ഇതേ പരീക്ഷണം തന്നെ നമ്മുടെ SMPS മൊഡ്യൂളുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ SMPSൻ്റെ ഇൻപുട്ട് 300 വോൾട്ട് കിട്ടിയോണ്ട് കുഴപ്പമൊന്നുമില്ല. കാരണം ഇതിനകത്ത് കപ്പാസിറ്റർ 400 വോൾട്ട് 450 വോൾട്ട് കപ്പാസിറ്റി ഉള്ളതാണ്.
അത് കാരണം പ്രശ്നങ്ങളൊന്നും വരത്തില്ല. ഈ ഐ സിയും അത്യാവശ്യം നല്ല ഹൈ വോൾട്ടേജ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ ഡി സി ആണല്ലോ കൊടുക്കുന്നത്, അത് കാരണം കുഴപ്പമില്ല. അഥവാ എ സി കൊടുത്താലും അതിനെ റെക്ടിഫൈ ചെയ്ത് ഡി സി ആയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഇൻപുട്ടുകൾ കണ്ടുപിടിക്കുക. ഇൻപുട്ട് കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ കൃത്യമായിട്ട് തന്നെ ആ കപ്പാസിറ്ററിൽ നിന്നുള്ള ഔട്ട്പുട്ട് ഇതിലേക്ക് സോൾഡർ ചെയ്യുക. അതാണ് ഇനി അടുത്ത സ്റ്റെപ്പ്. ഇനി ഇൻപുട്ട് പോലെ തന്നെ നമുക്ക് ഔട്ട്പുട്ടും എടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഔട്ട്പുട്ടിന് വേണ്ടി 2 വയർ നമ്മൾ കണക്ട് ചെയ്യുവാണ്. ഇതിലാണ് 5 വോൾട്ട് വരുന്നത്. ഇതാണ് നമ്മൾ ലോഡിലേക്ക് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ എൻ്റയർ സെറ്റപ്പ് എല്ലാം നമുക്ക് നല്ലൊരു PVC ബോക്സിനകത്താക്കി എൻക്ലോസ് ചെയ്ത് സേഫായിട്ട് വയ്ക്കാം. അതാകുമ്പോൾ നമുക്ക് ഷോക്ക് അടിക്കുന്നത് പേടിക്കണ്ടല്ലോ. അപ്പോൾ നമുക്ക് ആ ഒരു വർക്കിലേക്ക് പോവാം. അങ്ങനെ നമ്മുടെ എൻ്റയർ സെറ്റപ്പ് എല്ലാം നമ്മുടെ ഈ പറയുന്ന PVC ബോക്സിലേക്ക് ഇറക്കി വെച്ച് ഗ്ലൂ ചെയ്ത് നമ്മൾ സെറ്റാക്കി എടുത്തു. ഇനി ഇതിൻ്റെ ഔട്ട്പുട്ട് ഒരു മൾട്ടിമീറ്ററുമായിട്ട് വെരിഫൈ ചെയ്ത് നമുക്ക് വോൾട്ടേജ് എല്ലാം കറക്റ്റ് ആണോ നോക്കണം. അതുപോലെ വോൾട്ടേജ് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്നുള്ളതും നമ്മൾ ചെക്ക് ചെയ്യണം. ഞാൻ ജസ്റ്റ് സ്വിച്ച് ഓൺ ചെയ്യുവാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും 5.21 വോൾട്ട്. ജസ്റ്റ് ഓഫ് ചെയ്താലും അത് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്ന കാണാൻ പറ്റും. കണ്ടോ, ഞാൻ ഡിസ്കണക്ട് ചെയ്തേക്കുവാണ്. അപ്പോൾ കുറേ സമയത്തേക്ക് ഈ SMPS ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ഇതൊരു അഡ്വാൻറ്റേജ് ആണ്. നമുക്കൊരു ചെറിയൊരു ബെൽ സ്വിച്ച് കണക്ട് ചെയ്താൽ മതി. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ ഒരു അനൗൺസ്മെൻറ്റ് അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു കോളിംഗ് ബെല്ല് കണ്ടിന്യൂസ് ആയിട്ട് അവിടെ കേട്ടുകൊണ്ടിരിക്കും. അപ്പോൾ അതിനൊക്കെ വേണ്ടിയാണ് ഈ റെക്ടിഫയറും കപ്പാസിറ്ററൊക്കെ നമ്മൾ എക്സ്ട്രാ ഇതിൻ്റെ ഫ്രണ്ട് എൻഡിൽ വെച്ചത്. ഇനി നമുക്ക് എന്തായാലും ഈ ഒരു ഔട്ട്പുട്ട് നമുക്ക് പ്രാക്ടിക്കലി ഒരു ലോഡും കൂടെ കൊടുത്ത് ടെസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. എങ്കിലേ നമുക്ക് അതിൻ്റെ ഒരു എത്രമാത്രം സസ്റ്റെയിൻ ചെയ്യുന്നുള്ളത് പ്രാക്ടിക്കലി അറിയാൻ പറ്റത്തുള്ളൂ. ഞാനൊരു മോട്ടറാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ പവർ സപ്ലൈ ഓൺ ചെയ്ത് ഓഫ് ചെയ്തിട്ട് പോലും മോട്ടർ കറങ്ങുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോഴും അവിടുത്തെ ആ വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആണ്. അങ്ങനെ നമ്മുടെ ആ ഒരു പവർ സപ്ലൈ സിസ്റ്റത്തിൻ്റെ സെക്ഷൻ നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്കിത് ബോക്സ് ചെയ്ത് അടുത്ത സ്റ്റേജിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ ഈ കട്ടിയുള്ള 2 വയറാണ് ഫേസ് ന്യൂട്രൽ. കട്ടി കുറഞ്ഞത് പോസിറ്റീവ് നെഗറ്റീവും 5 വോൾട്ട് ഔട്ട്പുട്ടാണ്. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് അടുത്ത മൊഡ്യൂളിൻ്റെ പരിപാടികളിലേക്ക് പോകാം. ഇത് നേരത്തെ ഞാൻ കമ്പ്യൂട്ടറുമായിട്ട് USB കണക്ട് ചെയ്യുവാണ്. കണക്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് കമ്പ്യൂട്ടറിൽ ഇതേപോലെ ഡ്രൈവ് പ്രോംപ്റ്റ് ചെയ്ത് വരുന്നതായിട്ട് കാണാൻ പറ്റും. അത് പ്രോപ്പർട്ടീസ് എടുത്ത് നോക്കുവാണെങ്കിൽ അതിൻ്റെ ഫയൽ സൈസൊക്കെ കാണാൻ പറ്റും. നമ്മൾ 4 MB ഇൻറ്റേർണൽ ഫ്ലാഷ് മെമ്മറിയാണ് അതിലുള്ളത്. പക്ഷേ ഫുള്ള് കിട്ടത്തില്ല, 3 പോയിൻറ്റ് സംതിങ് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എന്തായാലും ഈ ഓരോ ഫയൽ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതൊക്കെ ഡെമോയ്ക്ക് വേണ്ടി ഇതിൽ ഇൻബിൽട്ടായിട്ട് തന്നെയുള്ള സോങ്ങുകളാണ്. ഇത് ഡിലീറ്റ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ കൊടുക്കാം. ഫയൽ നെയിം കൊടുക്കുമ്പോൾ 00001 00002 ആ ഒരു സീക്വൻസിൽ കൊടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ നമ്മളിത് റിമൂവ് ചെയ്യുമ്പോൾ നേരിട്ട് വലിച്ചൂരരുത്. റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം സേഫായിട്ട് ഇജക്റ്റ് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മെമ്മറി കറപ്റ്റായി പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. ഒരു മെമ്മറി കാർഡ് എങ്ങനെയാണോ കെയർ ചെയ്യേണ്ടത് അതേ രീതിയിൽ തന്നെ ചെയ്യുക. ജസ്റ്റ് ഇജക്റ്റ് മാത്രം കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഡിസ്കണക്ട് ചെയ്യുക. ഇപ്പം നമ്മൾ ഇതിനകത്ത് ഇൻബിൽട്ട് ആയിട്ടുള്ള ആ വാർണിംഗ് ടോണുകൾ കേൾക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ IO ലൈൻസ് ഗ്രൗണ്ട് ചെയ്യിപ്പിച്ചാൽ മതി. ഇപ്പോൾ ഫസ്റ്റ് പിൻ ഗ്രൗണ്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. ഇനി സെക്കൻഡ് പിൻ, ഓക്കെ. ഇനി നമുക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ ഇതേ രീതി ചെയ്യാം. ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്യുവാണ്. റെക്കോർഡ് ചെയ്തിട്ട് സെൻഡ് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ പ്രസ് ചെയ്തേക്കുന്നത് സെക്കൻഡ് ബട്ടനാണ്. ഇപ്പോൾ പ്രസ് ചെയ്തേക്കുന്നത് ഫസ്റ്റ് ബട്ടനാണ്. അപ്പോൾ ഈ റെക്കോർഡ് ചെയ്തൊക്കെ ഒന്ന് പ്ലേ ബാക്ക് ചെയ്യാം. ഇപ്പോൾ പ്രസ് ചെയ്തേക്കുന്നത് സെക്കൻഡ് ബട്ടനാണ്. അപ്പം നമുക്ക് ആവശ്യമുള്ള വോയിസ് മെസ്സേജൊക്കെ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്ത് ഇതേ ഫയൽ ഫോർമാറ്റ് 0001 0002 അങ്ങനെ നമ്മൾ എഴുതി ടൈപ്പ് ചെയ്ത് സേവ് ചെയ്യുക. അതിനുശേഷം അത് കോപ്പി ചെയ്ത് നമ്മുടെ ഈ MP3 മൊഡ്യൂളിൻ്റെ ഡ്രൈവിലേക്ക് ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്യുക. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സേഫായിട്ട് റിമൂവ് ചെയ്യുക. റിമൂവ് ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് കൃത്യമായിട്ട് തന്നെയാണോ മാപ്പ് ചെയ്തേക്കുന്നതെന്ന് ചെക്ക് ചെയ്ത് നോക്കാം.
ഇപ്പോൾ പ്രസ് ചെയ്തേക്കുന്നത് സെക്കൻഡ് ബട്ടനാണ്. ഇപ്പോൾ പ്രസ് ചെയ്തേക്കുന്നത് ഫസ്റ്റ് ബട്ടനാണ്. അങ്ങനെ നമുക്ക് എത്ര ബട്ടൺ വേണമെങ്കിലും ഇതേ രീതി ഗ്രൗണ്ടുമായിട്ട് കണക്ട് ചെയ്ത് ട്രിഗർ ചെയ്യിപ്പിച്ച് പ്ലേ ചെയ്യിക്കാം. അപ്പോൾ ഓരോ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള സോങ്ങുകൾ കേൾക്കും. ഇനി 2 ബട്ടൺ ഒന്നിച്ചാൽ പ്രസ് ചെയ്യുന്നെങ്കിൽ നമുക്ക് തേർഡ് സോങ് ഉണ്ടെങ്കിൽ അതായിരിക്കും കേൾക്കുന്നത്. ഇനി നമുക്ക് മറ്റൊരു ഉദാഹരണം നോക്കാം. അപ്പോൾ ഈ 2 സാമ്പിൾ MP3 സോങ് ഞാൻ ഇതേ രീതിയിൽ ഫയൽ നെയിം ചെയ്ത് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുവാണ്. ഇനി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ മൈക്രോ കൺട്രോളർ വഴി 4 ഡാറ്റ ലൈൻസ് ഇതേ രീതി കൊടുക്കുവാണെങ്കിൽ 2:4 16 സോങ് വരെ നമുക്ക് പ്ലേ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് മോഡൊന്നും പ്രത്യേകിച്ച് സെറ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഇതേ രീതിയിൽ സ്വിച്ചുകൾ ഓപ്പൺ ആക്കി തന്നെ ഇട്ടാൽ മതി. ഞാൻ അങ്ങനെയാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്കിനി 8 ലൈൻസ് ആണെങ്കിൽ 2:8 255 സോങ് വരെ ഇതുവഴി പ്ലേ ചെയ്യിക്കാൻ സാധിക്കും. ഇപ്പം ഞാൻ 4 ഡാറ്റ ലൈൻസ് യൂസ് ചെയ്യുന്നുള്ളൂ, അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഏതായാലും ഇത് തമ്മിൽ ഇൻ്റർ കണക്ട് ചെയ്ത് സോൾഡർ ചെയ്ത് കാര്യങ്ങളൊക്കെ സെറ്റാക്കാം. അപ്പോൾ ഇങ്ങനെ കണക്ഷൻസ് എല്ലാം കൊടുത്തതിന് ശേഷം മൾട്ടിമീറ്റർ വെച്ച് ഒന്ന് വെരിഫൈ ചെയ്യുക. അപ്പോൾ ഏതെങ്കിലും പോർഷനിൽ ഇതുപോലെ കണ്ടിന്യൂറ്റി കിട്ടാതെ പോയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. നോട്ട് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് പാച്ച് വർക്ക് ചെയ്യുക. ഇനി നമുക്ക് പവർ സപ്ലൈയിലേക്ക് ആവശ്യമുള്ള വയറുകളൊക്കെ സോൾഡർ ചെയ്യാം. അപ്പോൾ അതിനു മുമ്പ് പിന്നുകളെല്ലാം കൃത്യമാണോ എന്നൊന്ന് വെരിഫൈ ചെയ്യുക. ഇനി ആർഡിനോയുടെ പിൻ മാറിപ്പോയാലും കുഴപ്പമില്ല, നമുക്ക് സോഫ്റ്റ്വെയർ കോഡിങ് വ്യത്യാസം പറ്റിയാൽ മതി. അപ്പോൾ ഞാൻ എന്തായാലും പവർ സപ്ലൈയുടെ ആ പിന്നുകളെല്ലാം സോൾഡർ ചെയ്ത് സെറ്റാക്കുക. ഇനി വയറിങ്ങിൻ്റെ കോഡിങ് നോക്കുവാണെങ്കിൽ ഈ ചുവപ്പും കറുപ്പും വയറിലാണ് കട്ടിയുള്ളതിൽ നമ്മൾ പവർ സപ്ലൈ കൊടുക്കുന്നത്. ഈ വെള്ളയും പച്ചയാണ് സ്പീക്കറിലേക്ക് പോയേക്കുന്നത്. ഈ സ്പീക്കറിൽ നിന്ന് പാരലായിട്ട് തന്നെ 1K റെസിസ്റ്റർ വഴി ഒരു LED ആയിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്പീക്കറിൽ പാട്ട് കേൾക്കുമ്പോൾ തന്നെ LED അതിനനുസരിച്ച് കത്തുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ പവർ സപ്ലൈയിൽ ഫ്ലക്ച്വേഷൻസ് ഒഴിവാക്കാനും 0.1 മൈക്രോഫാരഡിൻ്റെ ഒരു കപ്പാസിറ്ററും ഉണ്ട്. ഇനി നമുക്ക് പ്രോഗ്രാമിൻ്റെ സെക്ഷനിലേക്ക് ഒന്ന് പോകാം. ഞാനിപ്പോൾ ആർഡിനോ യൂനോ യൂസ് ചെയ്ത് 4 LED കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ 4 LEDയും റാൻഡമായിട്ട് കത്താനുള്ള ഒരു പ്രോഗ്രാമാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. അതായത് അനലോഗ് വാല്യൂ റീഡ് ചെയ്തതിന് ശേഷം അതിൽ നിന്ന് വരുന്ന ഇൻപുട്ടിനെ യൂസ് ചെയ്ത് ഈ 4 LED റാൻഡമായിട്ട് കത്തും. അപ്പോൾ അതിനുവേണ്ടി ആർഡിനോ ഓപ്പൺ ചെയ്ത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ 4, 5, 6, 7 പിന്നുകൾ നമ്മൾ ഡിഫൈൻ ചെയ്തു. അപ്പോൾ ഈ ഓരോ പിന്നുകളിലും നമ്മൾ LED കണക്ട് ചെയ്തിട്ടുണ്ട്. അതിനെ ഔട്ട്പുട്ടായിട്ട് സെറ്റ് ചെയ്തു. അതിനുശേഷം ജനറേറ്റ് ചെയ്യുന്ന ഔട്ട്പുട്ടുകൾ റാൻഡമായിട്ട് പിന്നുകളിൽ വരാൻ വേണ്ടിയുള്ള കോഡാണ് താഴത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഒരു സിഗ്നൽ A0 എന്ന് പറയുന്ന പിന്നിലെ സിഗ്നൽ എടുത്തിട്ട് അതിനെ നമുക്ക് റാൻഡം വാല്യൂ, അതിൽ ജനറേറ്റ് ചെയ്യുന്ന റാൻഡം വാല്യൂ നമ്മൾ ഔട്ട്പുട്ടിലേക്ക് റൈറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ റാൻഡം ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു കമാൻഡ് യൂസ് ചെയ്തതിന് ശേഷം റാൻഡം വാല്യൂ റൈറ്റ് ചെയ്യുന്നു. അപ്പോൾ 0-നും 4-നും ഇടയ്ക്കുള്ള ഏത് വാല്യൂ നമ്മുടെ ഔട്ട്പുട്ടിൽ റാൻഡം ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമുക്ക് പറയാൻ പറ്റത്തില്ല നെക്സ്റ്റ് ഏതാ വരുന്നതെന്നുള്ളത്. അത് ഒരു നോയ്സ് സോഴ്സിൽ നിന്നാണ് അങ്ങനെ റാൻഡമായിട്ട് നമ്മൾ എടുക്കുന്നത്. ഒരു സിമ്പിളായിട്ട് ഒരു ഡൈ എറിയുന്ന പോലെ. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഔട്ട്പുട്ട് നമുക്കൊന്ന് വെരിഫൈ ചെയ്ത് നോക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ചെയ്യുവാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും, കണ്ടോ, ഓരോ LEDയും റാൻഡമായിട്ടാണ് ഫ്ലാഷ് ചെയ്ത് വരുന്നത്. അപ്പോൾ നമുക്ക് ഏത് LED എപ്പോൾ വരുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് തന്നെ നമുക്കൊരു കോളിംഗ് ബെല്ലിൽ യൂസ് ചെയ്യുവാണെങ്കിൽ ഓരോ തവണ സ്വിച്ച് ഓൺ ചെയ്യുമ്പോഴും നമുക്ക് കിട്ടുന്നത് റാൻഡമായിട്ടുള്ളൊരു സോങ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു പ്രോഗ്രാമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സാമ്പിളാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഇനിയും പ്രോഗ്രാമിംഗ് ചെറിയൊരു വ്യത്യാസം വരുത്തുവാണ്. നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ റാൻഡമായിട്ട് ജനറേറ്റ് ചെയ്ത് കത്താതെ ഒരു സമയം ഒരെണ്ണം മാത്രം കത്തി അങ്ങനെ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുക. അതിനുശേഷം നമ്മുടെ ഈ വൈൽ ലൂപ്പിൽ പോയിട്ട് അവിടെ പോയി അങ്ങ് സ്റ്റോപ്പ് ആവും. പിന്നെ അതിനകത്ത് കിടന്ന് കറങ്ങിക്കോളും പ്രോഗ്രാം. അതായത് ഒരു തവണ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു റാൻഡം നമ്പർ ആയിരിക്കും ഔട്ട്പുട്ടിൽ വരിക. ജസ്റ്റ് കാണിച്ചു തരാം, കണ്ടോ, റീസെറ്റ് ചെയ്തു. ഓരോ തവണ റീസെറ്റ് ചെയ്യുമ്പം ഓരോ റാൻഡമായിട്ടുള്ള LED ആയിരിക്കും കത്തുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് ഞാനൊന്ന് പവർ ഓഫ് ചെയ്ത് ഊരി കാണിച്ചു തരാം. കണ്ടോ, ഒരു തവണ കുത്തിയപ്പോൾ ഇത് കത്തി, അടുത്ത തവണ കുത്തിയപ്പോൾ ഇത് കത്തി, വീണ്ടും കുത്തുമ്പോൾ അടുത്തതായിരിക്കും കത്തുന്നത്. അങ്ങനെ റാൻഡമായിട്ട് നമ്പർ ജനറേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇത് നമ്മളൊരു സോങ്ങുമായിട്ട് കണക്ട് ചെയ്യുവാണെങ്കിൽ റാൻഡമായിട്ട് സോങ് പ്ലേ ചെയ്യുന്ന രീതിയിലായിരിക്കും ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ കാര്യങ്ങളെല്ലാം നമ്മൾ സെറ്റാക്കി ബോക്സിനകത്താക്കി നമ്മുടെ പ്രോഗ്രാമും അതേപോലെ തന്നെ കാര്യങ്ങളെല്ലാം ICയിലേക്ക് ബേൺ ചെയ്തിട്ടുണ്ട്. പ്രോഗ്രാം ഞാൻ ഡിസ്ക്രിപ്ഷനും കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. ഇനി സ്പീക്കറിലേക്കുള്ള കണക്ഷൻസ് എല്ലാം കൊടുത്ത് ബാക്കി കാര്യങ്ങൾ സെറ്റാക്കാം.
അങ്ങനെ നമ്മുടെ സിസ്റ്റം എല്ലാം റെഡിയായി. അപ്പോൾ ഓരോ തവണ ഓൺ ചെയ്യുമ്പോൾ ഓരോ പാട്ട് റാൻഡം ആയിട്ട് ഇതിൽ പ്ലേ ആവും. ആ രീതിയിലാണ് കോൺഫിഗർ ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി അതൊരു അനൗൺസ്മെൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെസ്സേജ് ആയിട്ടോ ഒക്കെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ കണ്ടോ, ഒരു തവണ നമ്മൾ ബെല്ല് പ്രസ് ചെയ്തപ്പോൾ ഒരു സോങ് കിട്ടും. ഇനി ഒന്നുകൂടെ ഒന്ന് ട്രിഗർ ചെയ്യാം. ഞാൻ ഏതായാലും 4 മാസ് BGM ഇതിനകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്തത് ഏതാ പ്ലേ ആവുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ ഇഷ്ടമുള്ള പാട്ടുകളും മെലഡികളൊക്കെ സ്റ്റോർ ചെയ്യാവുന്നുള്ളൂ. ലാസ്റ്റ് വൺ. ഇതുപോലെ റാൻഡമായിട്ട് പ്രവർത്തിക്കുന്ന കോളിംഗ് ബെല്ലായിട്ട് മാത്രമല്ല, നമുക്ക് ഇതേ രീതിയിൽ ഒരു ഫയർ സെൻസർ കൂടി കണക്ട് ചെയ്ത് ഒരു പ്രത്യേക ഇൻപുട്ട് വരുമ്പോൾ ട്രിഗർ ചെയ്യുന്ന വോയിസ് മെസ്സേജുകളും അലേർട്ടും ഒക്കെ കൊടുക്കാനുള്ള സിസ്റ്റമായിട്ട് നമുക്കിതിൽ മാറ്റിയെടുക്കാവുന്നുള്ളൂ. ചെറിയ ചെറിയ മോഡിഫിക്കേഷൻസ് വരുത്തിയാൽ മതി. ഞാനിപ്പോൾ ഇവിടെ ഒരു ഇൻഫ്രാറെഡ് സെൻസറാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് ഇഗ്നേറ്റ് ചെയ്ത് കാണിച്ചു തരാം. Fire detected. I repeat, fire detected. Fire detected. I repeat, fire detected. MP3 മൊഡ്യൂളിൻ്റെ ആപ്ലിക്കേഷൻസ് ഇവിടെ അവസാനിക്കുന്നില്ല. ഇങ്ങനെയൊരു മൊഡ്യൂൾ നിങ്ങളുടെ കയ്യിൽ കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുന്നുള്ള കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തണേ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഈ ഒരു മൾട്ടിപർപ്പസ് ഓഡിയോ അനൗൺസ്മെന്റ് സിസ്റ്റം നിർമ്മിക്കുന്ന വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കണ്ട. അതുപോലെ നമ്മുടെ ചാനലിലെ പ്ലേലിസ്റ്റ് ഉണ്ട്, അത് പരിശോധിക്കുവാണെങ്കിൽ ഇലക്ട്രോണിക്സിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ് തുടങ്ങി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഹോബി സർക്യൂട്ടുകൾ വരെയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും അത് കാണും. നിങ്ങൾക്ക് ഉപകരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ നമ്മളെ ചെറിയ ചെറിയ ഇലക്ട്രോണിക്സ് ട്രിക്കുകൾ നമ്മൾ ഷോർട്സ് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് റെക്കമെൻഡ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ഗുഡ് ബൈ.